ഞാൻ ഡോക്ടർ അനീന. ഞാനിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ഭക്ഷണം എങ്ങനെ നമ്മുടെ പല്ലിന്റെ ആരോഗ്യത്തിനെയും ജനറലായി ഓറൽ ഹെൽത്തിന്റെ ആരോഗ്യത്തിനെയും അഫക്ട് ചെയ്യുന്നു എന്നതിനെ പറ്റിയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ പറയുന്നത് ഷുഗർ കണ്ടെയ്നിങ് ആയിട്ടുള്ള സ്റ്റിക്കി ഫുഡ്സിന്റെ എഫക്ട്സിനെ പറ്റിയാണ്. ഇങ്ങനത്തെ ഭക്ഷണ സാധനങ്ങൾ, അതായത് ചോക്ലേറ്റ്സ്, സ്വീറ്റ്സ്, കാൻഡീസ് ഒക്കെ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ പല്ലിൽ അത് സ്റ്റിക്ക് ചെയ്ത് അവിടെ റീറ്റെയിൻ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം വായിലെ ബാക്ടീരിയാസ് ഈ ഷുഗറിൽ ആക്ട് ചെയ്ത് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം ഈ പല്ലുകളിൽ ദ്രവിക്കാനും പോട് വരാനും ചാൻസ് ഉണ്ട്. ഇങ്ങനെ ഷുഗർ കണ്ടെയ്നിങ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുവാണെങ്കിൽ തന്നെ നമ്മൾ കഴിക്കുന്ന മീൽസിന്റെ ഒപ്പം കഴിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഇന്റർമിറ്റന്റ് ആയിട്ട്, അതായത് മീൽസിന്റെ ഇടയ്ക്ക് സ്നാക്കിംഗ് പോലെ കഴിക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. പിന്നെ ഇതുപോലെ തന്നെ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് അല്ലെങ്കിൽ സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഫ്രൂട്ട് ജ്യൂസസ്, ഇങ്ങനത്തെ ഒക്കെ ജ്യൂസസിൽ ഒരുപാട് ഷുഗർ കണ്ടെയ്നിങ് ആണ്, ആസിഡ് കണ്ടെയ്നിങ്ങും ആണ്. ഈ ജ്യൂസസ് കൂടുതലായിട്ട് കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ ക്യാവിറ്റീസിന് പല്ല് പ്രോൺ ആയിട്ട് വരും. കൂടുതൽ റിസ്കി ആണ് ക്യാവിറ്റീസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇങ്ങനത്തെ ഭക്ഷണങ്ങളും ഡ്രിങ്ക്സും ഒക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുക. അതുപോലെ നമ്മുടെ പല്ലുകളെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് നമ്മുടെ വായിലെ ഉമിനീര്. ഈ ആസിഡ്സിനെ എല്ലാം ന്യൂട്രലൈസ് ചെയ്യാനും അതുപോലെ തന്നെ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ക്ലെൻസിങ് എഫക്ട് നമ്മുടെ വായിലെ ഉമിനീര്, സലൈവ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം സ്മോക്കിങ്ങും ആൽക്കഹോൾ കൺസംഷനും നമ്മുടെ വായിൽ ഉമിനീര് ഉൽപാദനം നല്ലപോലെ കുറയ്ക്കും. അപ്പം മാക്സിമം ഈ സ്മോക്കിംഗ്, ആൽക്കഹോൾ കൺസംഷൻ എല്ലാം ഒഴിവാക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മുടെ പല്ലിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന കുറച്ച് ഭക്ഷണ സാധനങ്ങൾ, അത് ഏതൊക്കെയാന്ന് വെച്ചാൽ പാലിന്റെ ഇതര ഉൽപ്പന്നങ്ങളും, ഡയറി പ്രോഡക്ട്സ് ആയിട്ടുള്ള ചീസ്, യോഗേർട്ട്, അതുപോലെ പനീർ, ഇതിലൊക്കെ കാൽഷ്യവും ഫോസ്ഫറസും ഒക്കെ അടങ്ങിയിരിക്കുന്നതാണ്. അപ്പം ഇതിനൊക്കെ പല്ലിനെ ക്യാവിറ്റീസിന് പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ള ഒരു എബിലിറ്റി ഉണ്ട്. അപ്പൊ കൂടുതൽ ഇങ്ങനത്തെ പ്രോഡക്ട്സ്, ഇങ്ങനത്തെ ഭക്ഷണ സാധനങ്ങൾ നമ്മുടെ ഡയറ്റിൽ ഉൾക്കൊള്ളിക്കുന്നത് വളരെ നല്ലതാണ്. ഇതുപോലെ തന്നെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസും ക്രഞ്ചി ആയിട്ടുള്ള ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെ അതിനകത്ത് കുറെ ഫൈബർ ഉണ്ട്. അതുപോലെ നമുക്ക് പല്ലിനും എല്ലിനും ഒക്കെ ആവശ്യമായിട്ടുള്ള കുറെ വൈറ്റമിൻസും മിനറൽസും എല്ലാം അടങ്ങിയിരിക്കുന്നതാണ്. അപ്പൊ അതൊക്കെ കടിച്ച് ചവച്ച് കഴിയുമ്പം നമ്മുടെ വായിലെ ഉമിനീര് കൂടുകയും നല്ലൊരു ക്ലെൻസിങ് എഫക്റ്റ് ആണ് ഇതൊക്കെ ചവച്ച് കഴിക്കുക ഉണ്ടാവുന്നത്. പിന്നെ വൈറ്റമിൻ ഡി അടങ്ങിയിരിക്കുന്ന കുറെ ഭക്ഷണങ്ങളുണ്ട്. അതായത് ഓയിലി ആയിട്ടുള്ള ഫിഷ്, അയല പോലത്തെ ഉള്ള ഫിഷ്, മാക്രൽ എന്നാണ് പറയുന്നത്. അത് കഴിക്കുന്നതിലൂടെ വൈറ്റമിൻ ഡിയും ഒമേഗ 3 ഫാറ്റി ആസിഡും ഒക്കെ നമുക്ക് നമ്മുടെ ബോഡിക്ക് ആവശ്യമാണ്, പല്ലിനും എല്ലിന്റെയും ഹെൽത്തിനായിട്ട്. പിന്നെ വൈറ്റമിൻ ഡി അടങ്ങിയിരിക്കുന്നത് മുട്ട, പാല്, അതുപോലെ റെഡ് മീറ്റ്, ഫിഷ് ലിവർ ഓയിൽ, കോഡ് ലിവർ ഓയിൽ, ഇതിലൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് പല്ലിന്റെയും അതിനെ സറൗണ്ട് ചെയ്തിരിക്കുന്ന എല്ലിന്റെയും എല്ലാം ഹെൽത്തിന് വളരെ നല്ലതായിരിക്കും. താങ്ക് യു.